സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാർ സാറാണ്. സാർ സ്വാഗതം. നമസ്തേ സാറ്, നമ്മുടെ ഈ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായിരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയിൽ ഈ നമ്മുടെ വിദേശ നാണയ ശേഖരം പരമാവധി ഇവിടെ സംരക്ഷിച്ച് നിർത്താനായിട്ടുള്ള നടപടികളാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു, ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തിൽ വലിയ കുറവുണ്ടായി എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറുകയാണ്. ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു, യുദ്ധവിരാമം ഉണ്ടായിരിക്കുന്നു, ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. രാജ്യത്ത് ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വിദേശ നാണയ കരുതൽ വർദ്ധിച്ചിട്ടുണ്ടാകണം. അതുകൂടാതെ നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നൊരു സാഹചര്യത്തിൽ നിലവിലെ നമ്മുടെ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കപ്പെടുമോ, അതിൻ്റെ വില നിലവാരം എങ്ങനെയാണ്, ഇത്തരം ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. സാറിന് എന്താ പറയാൻ സാധിക്കുന്നത്? അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറ് ഇലക്ട്രോണിക് ആയിട്ട് ഇപ്പൊ തന്നെ ഒപ്പുവെച്ചിരിക്കുക. അത് ഇനിയിപ്പോ ഇരു രാജ്യങ്ങളുടെ നേതാക്കന്മാർ നേരിട്ട് കൂടിക്കണ്ട് ആ കരാറിൽ ഒപ്പിടാൻ പോവുകയാണ്. 19-ാം തീയതിയാണെന്ന് തോന്നുന്നു ആ നേരിട്ടുള്ള കൂടിക്കാഴ്ചയും ഒപ്പിടൽ ചടങ്ങും ഒക്കെ നടക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് എണ്ണയുടെ വില പെട്ടെന്ന് താഴോട്ട് വന്നു. ബാരലിന് $80 താഴെ എത്തിയിട്ട് ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് ബ്രന്റ് എന്ന് പറയുന്ന ലോകത്തിലെ ബെഞ്ച് മാർക്ക് ക്രൂഡിന്റെ വില $78 ചില്ലുവാനും സംതിങ് ആയിട്ട് 78.37 എന്തോ ആണ്. അങ്ങനെ ഡോളറായിട്ട് ഇന്നലെ കുറഞ്ഞു. എത്രയോ നാളുകൾക്ക് ശേഷമാണ് $80 ഒരു ബീപ്പയ്ക്ക് എന്നുള്ള ആ ഒരു ബാരിയർ ഭേദിച്ച് താഴേക്ക് എണ്ണവില വരുന്നത്. അതുപോലെ മറ്റ് ബെഞ്ച് മാർക്കുകളുണ്ട്. അതായത് WTI വെസ്റ്റ് ടെക്സാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു എണ്ണയുടെ ഒരു ബെഞ്ച് മാർക്കാണ്. അത് അമേരിക്കയിലാണ് ഫോളോ ചെയ്യുന്നത്. ബ്രന്റ് ആണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും അധികം വിലയുള്ളതും സാധാരണഗതിയിൽ വിലയുള്ളതും അതുപോലെ തന്നെ ഏറ്റവും അത് എല്ലാത്തരം എണ്ണകളുടെയും ബെഞ്ച് മാർക്കായിട്ട് കരുതപ്പെടുന്ന എണ്ണയുടെ ഒരു വെറൈറ്റിയാണ് ബ്രന്റ്. ഇന്ത്യ ഒരു ക്രൂഡ് ബാസ്ക്കറ്റ് എന്നാണ് ഇന്ത്യ വാങ്ങിക്കുന്നത്. അതില് പലതരത്തിലുള്ള ക്രൂഡ് ബെഞ്ച് മാർക്കുകൾ ഉൾപ്പെടും. ദുബായ് ഉണ്ട്, പിന്നെ ലൈറ്റ് ക്രൂഡ് ഉണ്ട്, പിന്നെ സവ ക്രൂഡ് എന്ന് പറയും. അതായത് ഈ ക്രൂഡ് ഓയിലില് അടങ്ങിയിരിക്കുന്ന സൾഫറിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ചവർപ്പുള്ളത്. സവ എന്ന് പറഞ്ഞാൽ ചവർപ്പുള്ള, സോർ എന്ന മലയാളത്തിൽ സവ എന്നാണ് അതിന്റെ ഒരു ഉച്ചാരണം, SOUR. സോർ ക്രൂഡ്, സ്വീറ്റ് ക്രൂഡ്, അങ്ങനെ രണ്ട് തരത്തിലുണ്ട് ക്രൂഡ്. സ്വീറ്റ് എന്ന് പറയുന്നത് സൾഫറിന്റെ അളവ് കുറഞ്ഞിരിക്കും. മറ്റേത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഡിസ്റ്റിൽ ചെയ്യാൻ. പക്ഷെ അത് ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ വേറെ പ്രൊഡക്റ്റ് കിട്ടും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ ടാർ എന്ന് പറഞ്ഞ റോഡൊക്കെ നിർമ്മിക്കുന്ന പിന്നെ വസ്തുക്കളൊക്കെ ഈ കുറച്ചുകൂടി പിന്നെ സവ ക്രൂഡ് എന്ന് പറയുന്ന കുറച്ചുകൂടി കട്ടിയുള്ള ഒരു ക്രൂഡാണ്. അതിൽ നിന്നാണ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ അത് ഡിസ്റ്റിൽ ചെയ്തെടുക്കാൻ റിഫൈനറികൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. എന്തായാലും ശരി, ക്രൂഡിന്റെ വില താഴോട്ട് വന്നു ഇന്നലെ തന്നെ. ഇനി ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം പെട്ടെന്ന് ഇല്ലാതാകുമെന്നും ഇന്ത്യ പിന്നെ സ്വർണം വിറ്റു എന്നുള്ള വാർത്ത അതുപോലും പ്രചരിച്ചു. അത് നിങ്ങൾ ഞെട്ടിപ്പോവും. അമേരിക്കയുടെ എന്നല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കണോമിക് ന്യൂസ് ഫൈനാൻഷ്യൽ ന്യൂസ് ഏജൻസിയാണ് ബ്ലൂംബർഗ്. ആ ബ്ലൂംബർഗ് കുറച്ചാഴ്ചകൾക്ക് മുമ്പ്, കുറച്ചാഴ്ച എന്നല്ല, എനിക്ക് തോന്നുന്നു, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഒരു 10 ദിവസമൊക്കെ ആയി കാണത്തുള്ളൂ, പെട്ടെന്ന് അവരൊരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നു. അതായത് ഇന്ത്യ 12 ടൺ സ്വർണം, ഇന്ത്യയുടെ വിദേശ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ നിന്നും 12 ടൺ സ്വർണം നമ്മൾ രഹസ്യമായിട്ട് വിറ്റു എന്ന് പറഞ്ഞൊരു വാർത്ത ബ്ലൂംബർഗ് പ്രസിദ്ധീകരിച്ചു. 12 ടണ്ണോ? ഇത് പിന്നീട് പലരും ഏറ്റുപിടിച്ചു. സത്യം പറഞ്ഞ രാഹുൽ ഗാന്ധി പോലും പിന്നീട് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് വലിയ വിമർശനമൊക്കെ നടത്തി. പക്ഷെ പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്ലാരിഫൈ ചെയ്തു, അങ്ങനെ ഇന്ത്യ 1 ഗ്രാം സ്വർണം പോലും ഇന്ത്യ വിറ്റിട്ടില്ല. ഇതെങ്ങനെയാണ് ഇവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതല്ല. ഞാൻ ബ്ലൂംബർഗിന്റെ ഒരു അസോസിയേറ്റ് ഏജൻസി ജോലി ചെയ്തിട്ടുള്ളതാണ്. അവിടെ വലിയ ബെറ്റിംഗ് പ്രോസസ് ഉണ്ട്. അതായത് ഇപ്പം ഞാനൊരു വാർത്ത എഴുതിയാൽ അത് ഡെസ്കിൽ പോകും, ഡെസ്കിൽ പല കൈകളിലൂടെ മറിഞ്ഞ് അത് ഒടുവിൽ 100% അവർ വെരിഫൈ ചെയ്തതിനു ശേഷം അവർ വാർത്ത കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ബ്ലൂംബർഗ് എന്ന് പറയുന്ന ഏജൻസി അവർ ചുമ്മാ അതൊരു വാർത്ത കൊടുക്കത്തില്ല. അപ്പൊ കൊടുത്തതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്തെന്നാൽ
ഇന്ത്യയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുക എന്നുള്ളത്. ഉം. അങ്ങനെ ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റുകൾ ഇടിയാൻ തുടങ്ങി. ഇന്ത്യയിൽ നിന്നും വൻതോതിൽ വിദേശ ഷെയർ മാർക്കറ്റുകളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പലരും പിന്മാറി. ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ 2 ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയെന്നാണ് വാർത്ത വന്നത്. പക്ഷെ പിന്നീട് ഈ ക്ലാരിഫിക്കേഷനെ തുടർന്ന് അവര് വാർത്ത തിരുത്തി, ഒരു വാർത്ത പിൻവലിച്ചു. എന്നിട്ട് അവര് പറയുന്നത് സ്വർണത്തിന്റെ വിലയുടെ അടിസ്ഥാനത്തിലാണ് അവർ കണക്കൂട്ടിയെന്ന്. ഏതൊരു കുട്ടിക്കും അറിയാം സ്വർണത്തിന്റെ ഇന്നത്തെ വിലയല്ല നാളത്തെ വില. 2-3 ദിവസം കഴിഞ്ഞാൽ വേറൊരു വിലയായിരിക്കും. ഇപ്പം പ്രേമിന്റെ കയ്യില് 10 പവൻ സ്വർണം ഉണ്ടെന്നിരിക്കുക. ആ 10 പവന് 15 ലക്ഷം രൂപയാണ് വില എന്ന് സങ്കല്പിക്കുക ഇന്ന്. നാളെ ചിലപ്പോൾ അതിന് 16 ലക്ഷം രൂപയായിട്ട് കൂടും. അല്ലെങ്കിൽ ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞാൽ ഈ 15 ലക്ഷം രൂപ മൂല്യമുള്ള ഈ 10 പവന്റെ മൂല്യം വെറും 12 ലക്ഷം ആകും. 12 ലക്ഷം ആയി എന്നുള്ളത് കൊണ്ട് ഇതിലെ 2 പവൻ പ്രേം വിറ്റു എന്ന അർത്ഥമില്ല. 12 ലക്ഷം ആയത് സ്വർണത്തിന്റെ വില കുറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ വിലയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സ്വർണത്തിന്റെ ക്വാണ്ടിറ്റിയെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. കാരണം സ്വർണ്ണ വിലയിൽ നല്ല ഫ്ലക്ച്വേഷൻ ഉണ്ട്. പക്ഷെ ബ്ലൂംബർഗ് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ വാല്യൂ അടിസ്ഥാനത്തിൽ ചിന്തിച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. പിന്നീട് ഞങ്ങൾ ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ആ വാർത്ത പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ബോധപൂർവ്വം ചെയ്ത ഒരു പ്രവൃത്തിയാണ്, ഇന്ത്യയെ തകർക്കാൻ വേണ്ടി തന്നെ ചെയ്ത. അപ്പൊ ഇപ്പോഴ് ഈ യുദ്ധത്തിൽ സമാധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഇന്നലെ 40 പൈസയോളം ഡോളറിനെതിരെ രൂപയ്ക്ക് മൂല്യം കൂടി. എണ്ണയുടെ വില വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു 1-1.5 മാസത്തിനുള്ളിൽ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എണ്ണയുടെ വില വീണ്ടും $70 താഴെ പോകും, ക്രൂഡ് ഓയിലിന്റെ വില. കാരണം ഇറാന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളൊക്കെ പിൻവലിച്ചു. ആ ഉപരോധം പിൻവലിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എണ്ണയുടെ വില താഴും. കാരണം ഇറാന്റെ എണ്ണ ലോക മാർക്കറ്റിൽ വന്നു തുടങ്ങി. ഇറാന് കുറഞ്ഞ പക്ഷം 4 മില്യൺ ബാരൽ എണ്ണ ക്രൂഡ് ഓയിലെങ്കിലും ഒരു ദിവസം മാർക്കറ്റിൽ എത്തിക്കാനുള്ള ശേഷി ഇപ്പോഴും അവർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുകയും മാർക്കറ്റിൽ എത്തിക്കാനുമുള്ള ശേഷി ഇറാൻ. അപ്പോൾ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ ഊർജ സുരക്ഷിതത്വത്തിന് ഇത് വളരെ ഗുണകരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത. അപ്പോ ഈ നമ്മുടെ വിദേശ നാണ്യ ശേഖരം താഴോട്ട് പോയി എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ഇടയ്ക്ക് 700-720 ബില്യൺ എന്നുള്ള ആ ഒരു നിലയിൽ നിന്നും കുറച്ച് താഴേക്ക് വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. 680 ആ ഒരു റേഞ്ചിൽ എത്തിയിരുന്നു. വീണ്ടും ഈ കഴിഞ്ഞ ദിവസം അത് വർദ്ധിച്ചതായിട്ടാണ്, $6 ബില്യൺ വർദ്ധിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് പ്രധാനമന്ത്രി ഒരു പ്രസ്താവന നടത്തിയത്. നമ്മൾ ഊർജവും, അതായത് എണ്ണയുടെ പിന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്നും സ്വർണത്തിന്റെ ഇറക്കുമതി കുറയ്ക്കണമെന്നും. ഇന്ത്യ യഥാർത്ഥത്തിൽ ഇറക്കുമതി ചെയ്യുന്നത് ആവശ്യ വസ്തുക്കളായ ഭക്ഷ്യധാന്യങ്ങളോ അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ അതുമല്ലെങ്കിൽ പിന്നെ എഞ്ചിനീയറിംഗ് ഗുഡ്സോ ഒന്നുമല്ല. ഇന്ത്യയുടെ ഈ ഭൂരിഭാഗം ഇറക്കുമതിയും ദൗർഭാഗ്യവശാൽ അതിനുവേണ്ടി പൈസ പോകുന്നത് ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലേക്കാണ്. അതുപോലെ തന്നെ സ്വർണത്തിന്റെ ഇറക്കുമതി. ഈ 2 ഇറക്കുമതിയും, അതായത് ഒരു വർഷം $230 ബില്യൺ നമ്മൾ ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള LNG ഇതിനൊക്കെ വേണ്ടി ഇറക്കുമതിക്ക് ചെലവഴിക്കുന്നു. ഒരു വർഷം $80 ബില്യൺ നമ്മൾ സ്വർണം ഇറക്കുമതിക്ക് വേണ്ടി ചെലവാക്കും. അപ്പൊ ഇതില് ഒരു 20% കുറവ് വന്നാൽ തന്നെ നമുക്ക് വലിയ വിദേശ നാണ്യ ശേഖരത്തിൽ വലിയ മെച്ചമുണ്ടാകും എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത്. പക്ഷേ പലരും അത് ദുർവ്യാഖ്യാനം ചെയ്ത് ഇന്ത്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി എന്നൊക്കെയുള്ള തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നത്, ഈ വാർത്തയൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോഴും ഇന്ത്യയുടെ GDP ഗ്രോത്ത് കഴിഞ്ഞ വർഷത്തേത് 7.7% ലോകത്തിൽ ഏറ്റവും അധികം വേഗത്തിൽ വളർന്ന വലിയ സമ്പദ്ഘടന ഇന്ത്യ തന്നെയാണ്. ബിഗ് എക്കോണമീസ് എന്നുള്ള ഒരു കാറ്റഗറി പെടുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വേഗത്തിൽ വളർന്നത് ഇന്ത്യയാണ്. അപ്പോ അതൊന്നും ആരും കണക്കിലെടുത്തില്ല. പലരും കേട്ട പാതി കേൾക്കാത്ത പാതി
വലിയ വിമർശനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമായിട്ട് രംഗത്തിറങ്ങി. ഒടുവിൽ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ഈ പറയുന്ന രീതിയിലൊന്നും കുത്തനെ താഴോട്ട് പോയിട്ടില്ല. തീർച്ചയായിട്ടും വലിയ ഒരു മികവിലാണ് സമ്പദ്ഘടന നിൽക്കുന്നത്. ശരിയാണ്, യുദ്ധത്തിലും എണ്ണവിലയുടെ വർധനവിലും നമ്മൾക്ക് ഉണ്ടാകാവുന്ന നേട്ടങ്ങളുടെ അത്ര നേട്ടം ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഒരു പ്രതിസന്ധിയിലേക്കും ഇന്ത്യ വീണിട്ടില്ല. തെറ്റായ വാർത്തകളാണിത്. അമേരിക്ക ഇത് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അതോടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അമേരിക്ക ഇങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ സമയത്താണ് ഇന്ത്യ അമേരിക്ക ട്രേഡ് ടോക്സിനായിട്ട് മാർക്കോ റൂബിയോ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി, ഇന്ത്യയിലെത്തിയത്. മാർക്കോ റൂബിയോ ഇവിടെ എത്തി ചർച്ച നടത്തിയപ്പോൾ അവിടെ ഇന്ത്യയിൽ സമ്പദ്ഘടന ഒരു സന്ദിഗ്ധാവസ്ഥയിലാണെന്നും വലിയ രീതിയിൽ നമ്മുടെ നിക്ഷേപങ്ങൾ നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണെന്നും ഒക്കെ ഉള്ള ഒരു ധാരണ വരുത്തിയാൽ ഇന്ത്യ ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസരമാണ്. ഇപ്പോൾ നമുക്ക് മെച്ചമുണ്ടാക്കാൻ പറ്റും. അമേരിക്കയ്ക്ക് അനുകൂലമായ രീതിയിൽ ഒരു കരാറ് ഉണ്ടാക്കാൻ ഇന്ത്യയുടെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെയൊരു വാർത്തകൾ അമേരിക്കൻ വാർത്താ ഏജൻസികളൊക്കെ പുറത്തുവിട്ടത്. പക്ഷേ അതൊക്കെ തന്നെ തെറ്റാണെന്ന് തെളിയുകയും ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ലോകത്ത് മാറുകയും ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും അമേരിക്ക, ട്രംപ് ഇന്നലെ വലിയ ഊഷ്മളമായിട്ട് മോഡിയെ G7 സമ്മേളനത്തില് അവിടെ മോഡിയെ വലിയ ഹാർദവമായിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പിന്നില് ഈ പല തന്ത്രവും അവർ പയറ്റി നോക്കും. പറ്റുന്നില്ലെന്ന് കണ്ടാൽ നമ്മളൊരു സൗഹൃദം. അമേരിക്കയിലുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇഫ് യു കനോട്ട് ബീറ്റ് ദം ജോയിൻ ദം. നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല, അവന്റെ കൂടെ ചേർന്ന് നിൽക്കുക, പ്രശ്നമില്ലല്ലോ. അതാണ് അമേരിക്കയുടെ ഒരു തത്വം. അതാ. അപ്പോ അമേരിക്ക നോക്കി, ചേട്ടാ അതിനിപ്പോ എന്താണ് ഇത്ര വലിയ പ്രശ്നം, നമ്മളൊന്ന് നോക്കി നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ പറ്റുമോന്ന്. പറ്റത്തില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ വീണ്ടും കൈ കൊടുത്ത് പിരിഞ്ഞു. അല്ലാതെ അതിന്റെ പേരിൽ വലിയ ബഹളമൊന്നും വെക്കാനോ കരഞ്ഞുകൊണ്ടിരിക്കാനോ അമേരിക്കയില്ല. അതാണ് അമേരിക്കയുടെ ഒരു പോളിസിയുടെ ഒരു പ്രത്യേകത, അതൊരു വഴക്കം അതാണ്. എന്തായാലും ശരി, പല തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും അതൊന്നും ഇന്ത്യയിൽ ഏശുന്നില്ല. തീർച്ചയായിട്ടും ഇന്ത്യൻ സമ്പദ്ഘടന അങ്ങനെ ഒരു തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വരും ദിവസങ്ങളിൽ ഈ സമ്പദ്ഘടനയുടെയും ഈ വിദേശ നാണ്യ ശേഖരവും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ, എണ്ണയുടെ വിലയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ നീക്കങ്ങൾ നടക്കുമ്പോൾ നമുക്ക് വീണ്ടും അതിന്റെ വിശദാംശങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.